വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെയും ഒരു സംശയമാണ്. പ്രകൃതിയുടെ ഹെയർ കെയർ ഓയിലിനെ പറ്റി എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ പറയും പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യേണ്ട അങ്ങനെ ഷാമ്പു വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഷാമ്പുക്ക് പകരം നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഒരു സംഭവത്തിനെ പറ്റി പറയും. നമ്മുടെ ഹെയർ കെയർ ഓയിൽ യൂസ് ആക്കുമ്പോൾ നമ്മൾ പറയലുണ്ട് സോപ്പ് ഷാമ്പു ഉപയോഗിക്കരുത്. അത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, സോപ്പ് ഷാമ്പു ഒക്കെ പതയണ സംഭവമാണല്ലേ. അതിൽ കുറച്ച് കെമിക്കൽ കൂട്ടിയിട്ടല്ലാതെ അത് പതയൂല. അപ്പോൾ പതയണ സംഭവങ്ങൾ കെമിക്കൽ എത്രത്തോളം ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫോർമുല അതൊന്നും നമുക്കറിയില്ല. നമ്മുടെ പ്രകൃതിയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ തീർത്തും നാച്ചുറലാണ്. അതിൽ മൂലികകൾ മാത്രമാണ് ചേർക്കുന്നത്. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ കെമിക്കൽ ആഡ് ചെയ്ത സോപ്പ് ഷാമ്പു അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിൻ്റെ ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സോപ്പ് ഷാമ്പു അവോയ്ഡ് ചെയ്യണം, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കാരണം നമ്മൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നമ്മുടെ ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കുന്നത്. മുടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഓക്കെ, ഇത് പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ടും അല്ലാതെ ഉപയോഗിക്കണവരുണ്ട്. അപ്പോൾ ആ സൊല്യൂഷന് പരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ നിർദ്ദേശിക്കുന്നതാണ് താളി ഉപയോഗിക്കാൻ. ഇതാണ് പ്രകൃതിയുടെ താളി അല്ലേ? പ്രകൃതിയുടെ താളി ഇതാണ്. ഹെയർ പാക്ക് ആൻഡ് താളി. ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാം, താളിയായിട്ടും ഇത് ഉപയോഗിക്കാം. ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുക എങ്ങനെയാണ്? അതായത് എങ്ങനെയാണ് നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ഹെയർ പാക്ക് ആയിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മൾ കുറച്ച് കഞ്ഞി വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ എടുക്കുക. എന്നിട്ട് അതിൽ നല്ലവണ്ണം ഇത് പേസ്റ്റ് പരുവത്തിലാക്കുക. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ തലയൊന്നും ഡ്രൈ ആവാൻ പാടില്ല. അപ്പം നമ്മൾ നമ്മുടെ ഓയിൽ പ്രകൃതി ഓയിലാണെങ്കിൽ ആ ഓയിലുള്ളവർ അത്, അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഓയിൽ തേച്ചിട്ട് നല്ല മുടിയൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഹെയർ പാക്ക് ഇടാൻ. എന്നിട്ട് തലയിൽ നല്ല ഹെയർ പാക്ക് ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് കഴുകി കളയുക. അപ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് അതേ ഫീലിൽ തന്നെ നിങ്ങളുടെ മുടി ഹെയറൊക്കെ കിട്ടുന്നതായിരിക്കും. ഒരുപാട് നല്ലതാണ്. കുറേ മൂലികകൾ ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഏകദേശം എത്ര മിനിറ്റോളം നമ്മളിത് തലയിൽ വെക്കേണ്ടി വരും? പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പാക്ക് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്ര വെച്ചാൽ മതി. നമ്മുടെ ടൈമിനനുസരിച്ച് വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ തലമുടി പാറിയ ഫീലൊക്കെ, ഇപ്പൊ ഷാമ്പു യൂസ് ചെയ്യുന്നത് തലമുടി പാറണം അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പൊ എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല, ഓയിലി ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഷാമ്പു തേച്ച അതേ ഫീലാണ് നമ്മുടെ ഈ പാക്ക് ഉപയോഗിച്ചാലും താളി ഉപയോഗിച്ചാലും കിട്ടണത്. അതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. മുടി നല്ല ഷൈനി ആയി നിൽക്കാനുള്ള. തേക്കുമ്പോഴൊന്നും നമ്മൾ ഷാമ്പു ഇതൊന്നും തേക്കും പോലെ പതയൂല എന്നുള്ളൂ. കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ പതയില്ല, പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഷാമ്പു യൂസ് ചെയ്ത അതേ ഫീൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത്രയും നല്ലതുമാണ് നമ്മുടെ പ്രകൃതിയുടെ ഹെയർ പാക്ക് ആൻഡ് താളി യൂസ് ചെയ്യുമ്പോൾ. താളി പിന്നെ നമ്മൾ പറയുന്നതാണ്, നിങ്ങളെ വീട്ടിൽ ചെമ്പരത്തിന്റെ ഇല ഉണ്ടോ, നിങ്ങളത് ഉരച്ചിട്ട് താളി ഉപയോഗിച്ചോളൂ, വളരെ നല്ലതാണ്. അപ്പം അധികം ആളുകൾക്കും അതുണ്ടാക്കാൻ സമയമില്ല, ഞങ്ങൾക്കത് എന്നും പ്രാവർത്തികമാവൂല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ താളി ഹെയർ പാക്ക് പൊടി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് എന്നും മിക്സ് ആക്കി തലയിൽ കുടിക്കുന്നതിന് മുമ്പ് അത് പണിയൊന്നുമില്ല. കഞ്ഞിവെള്ളം നല്ലതാണെന്ന് പണ്ട് മുതലേ ഉള്ള അമ്മമാരൊക്കെ പറയണതല്ലേ. കഞ്ഞിവെള്ളമൊക്കെ മുടിയിൽ ഒഴിച്ച് തണുപ്പിച്ച് തല തണുക്കാനും. അപ്പൊ കഞ്ഞിവെള്ളത്തിൽ അതിന്റെ ഗുണങ്ങളുണ്ട്, ആ ഗുണം കൂടിയും കിട്ടും. അപ്പോൾ കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനി കഞ്ഞിവെള്ളം കിട്ടിയില്ലെങ്കിൽ നോർമൽ വാട്ടറിലും കുറച്ച് 1 സ്പൂൺ എടുക്കുക. നമ്മളെ മുടിക്ക് എത്രയാണോ ആവശ്യം അത്ര പൊടി എടുക്കുക, കലക്കുക, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. സോപ്പ് ഷാമ്പു ഉപയോഗിക്കും പോലെ തല ഇതാക്കിയിട്ട്. അതുപോലെ ഈ പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരുമോ, അതോ വീക്കെൻഡ്ലി വൺസ് അങ്ങനെ ചെയ്താൽ മതിയോ? ആഴ്ചയിൽ ഒരു വട്ടം പാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. താളിയാണെങ്കിൽ നമുക്ക് ചളി പോവാനും വിയർപ്പ് പോവാനും 1, 2, 3 ദിവസം യൂസ് ആക്കിയാൽ, പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ വെറുതെ തല കഴുകിയാൽ മതി. ഹെയർ ഓയിൽ തേച്ചാൽ തന്നെ ആ ഹെയർ ഓയിലും ചേർക്കുന്നുണ്ട് ഓയിൽ പോവാൻ ഇതിനൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഓയിലിയായി ഒലിച്ചിറങ്ങി അങ്ങനെ നിൽക്കുകയൊന്നുമില്ല. നമ്മളൊരു സിറൊക്കെ ഉപയോഗിക്കൂല, നമ്മുടെ സ്കാൽപ്പിൽ തന്നെ അത് അബ്സോർബ് ആവും.
അപ്പോൾ എല്ലാവരും പറയണത് എല്ലാ ഹെയർ ഓയിലും എന്താ പറയണത് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കുളിക്കണീൻ്റെ 10 മിനിറ്റ് മുമ്പ് 15 അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് മസാജ് അങ്ങനെയൊക്കെ പറയുന്നത് അത് അധികം ഓയിൽ വെക്കാൻ പാടില്ല എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളുണ്ട്. നമ്മളിത് പറയാൻ കാരണം ഈ ഡ്രൈ സ്കാൽപ്പാവും അധികം ആൾക്കും ഈ പ്രോബ്ലം ഉള്ളവർക്ക് താരന് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ ആ സ്കാൽപ്പിന് ഒരു സ്രവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ തലയോട്ടിയിൽ. അത് കുറവാകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുന്നത്. അപ്പം അത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പറയണത് എന്ത്, കുളി കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് നല്ലവണ്ണം മുടി ഉണങ്ങിയ ശേഷം തലയിൽ വിയർപ്പോ ചളിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഹെയർ സിറൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ കുറച്ച് നമ്മുടെ ഹെയർ കെയർ ഓയിൽ ഇട്ടിട്ട് നല്ലവണ്ണം തലയോട്ടിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അത് അബ്സോർബായി തലയിൽ നിൽക്കും. അത് അധികം ആൾക്കാർക്കും അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുളി കഴിഞ്ഞ് തേക്കാൻ. അല്ലാതെ നമ്മൾ ഒന്നായിട്ട് കുളിക്കുന്നതിൻ്റെ മുമ്പ് വാരി ഇത്ര എടുക്കൂല, നെറുകയിൽ എണ്ണ ഇടുക, അതേപോലെ ഇടണ്ട. കുളി കഴിഞ്ഞിട്ട് ഇനി നെറുകയിൽ ഇത്ര ഇടുകയാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ മുമ്പ് ഉപയോഗിക്കുക, നോ പ്രോബ്ലം. പക്ഷെ അധികം ആളും എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ട് പ്രശ്നമുള്ളവർക്കൊരു സൊല്യൂഷനായിട്ട് ഇങ്ങനെ നമ്മൾ പറയണ കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രകൃതി ഹെയർ പാക്കിനെ കുറിച്ചിട്ട്, ഹെയർ പാക്ക് ആൻഡ് താളിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിന് താഴെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റിന് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങളായിട്ട് അത് നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും, നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ, ടാറ്റാ.